ഹായ്, എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ. കൃപയാൽ ഞങ്ങളും ക്ഷേമമായിരിക്കുന്നു. ഇന്ന് ലോകം വല്ലാത്ത ഒരു തകർച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹമോചനങ്ങൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ എന്ന് വേണ്ട എല്ലാ വിധത്തിലും ലോകത്തിൻ്റെ പോക്ക് വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിൻ്റെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് ഒളിപ്പിക്കുന്നു. ഭർത്താവ് ഭാര്യയുടെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് മാറ്റുന്നു. ഈ അടുത്ത ദിവസമുണ്ടായ രസകരമായ ഒരു സംഭവം, മകൻ്റെ ബർത്ത്ഡേ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഡൈവേഴ്സിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ലോകത്താണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. നോക്കണേ, സ്വന്തം മകൻ്റെ ബർത്ത്ഡേ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞില്ല. ഇതിന് ഉത്തരവാദി ആരാണ്? വല്ലാത്ത ഒരു പോക്കാണ് ഇപ്പോൾ ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കുടുംബങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ദൈവിക സ്നേഹത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ വ്യതിചലനമാണ് ഇതൊക്കെയും എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദൈവവുമായുള്ള സ്നേഹം മനുഷ്യന് നഷ്ടപ്പെട്ടു. വ്യക്തി താല്പര്യങ്ങളിലേക്ക് ആ സ്നേഹത്തെ കൊണ്ടുപോകുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്നേഹത്തെ ഉപയോഗിക്കുന്നു. അത് നിമിത്തം കുടുംബമെന്ന ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുകയാണ്. കുടുംബമെന്ന സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നിറവേറണം എന്നുള്ള ഏക ചിന്തയാണ് ആ കുടുംബ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ജാതിമത ഭേദമന്യേ ജനത്തോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവനുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ദൈവവുമായുള്ള ഒരു സ്നേഹബന്ധമുണ്ട് എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായി നിങ്ങളുടെ കുടുംബത്തെ, തലമുറയെ സ്നേഹിക്കുവാൻ നിങ്ങൾ തുടങ്ങും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ വഴുതി മാറുവാൻ ശ്രമിക്കും. എന്നാൽ ഒരു പ്രശ്നമുണ്ടാകരുത് എന്നുള്ള ചിന്തയിലേക്ക് ആ ചിന്ത നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും. ആ ചിന്ത നിങ്ങളെ നാശത്തിലേക്കല്ല, അത് സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് യഥാർത്ഥമായ കുടുംബ സ്നേഹത്തിലേക്ക്, കുടുംബത്തിൻ്റെ ഭദ്രതയിലേക്ക് കയറി വരുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.